പ്രിയ സദസ്, ഞാൻ നടൻ ഒറ്റയാൻ 5 കഥാപാത്രങ്ങൾക്ക് ജീവനുമായി നിൽക്കുന്ന ഒറ്റ നടൻ. അരങ്ങിൽ നടന്റെ ദൈവം കാണികൾ. തുണ നിങ്ങൾ കാത്തോളണം. രാജ്യം ഭരിക്കുന്ന രാജൻ അധീനപ്പെട്ട കാട്. ഹേയ് മൃഗമേ, ഗജരാജനെന്ന് അഹങ്കരിക്കുന്ന പൊണ്ണത്തടിയെ, ആടതിരിവിട്ട് മുനിമാരുടെ യാഗശാല നശിപ്പിക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? സഫിത, ഞാൻ നാടകത്തിന്റെ അവിടെ കഴിഞ്ഞിട്ട് വിളിക്കാം. മസ്തകം പൊട്ടിപ്പിളരാൻ എന്റെ ഈ മുഷ്ടികൾ കാരണമായെങ്കിൽ അത് നിന്റെ വിധിയൊന്ന് കരുതിയേക്ക്. ഒന്ന് ചിഹ്നം വിളിക്കാൻ പോലും കഴിയാതെ ഗതികെട്ട് ഈ കാട്ടിൽ നീ അലഞ്ഞു നടക്കും. അതൊന്ന് പെറുക്കി കൂട്ടുണ്ടോ, അവിടെ കിടന്നോട്ടെ. ഞാൻ തീരുമാനിച്ചോളെ. ഇതെല്ലാം മറിഞ്ഞു വീഴുന്നിട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങി. സൂക്ഷിച്ചു
ആരെങ്കിലും വിളിച്ചതൊന്ന് വലിച്ചു കെട്ടിക്കണമെന്ന് പല പ്രാവശ്യം പറഞ്ഞതാണ്, കേട്ടില്ല. വാടകക്കാരായ ഒരു ഉത്തരവാദിത്തം വേണ്ടേ? റിഹേഴ്സലിന്റെ തിരക്കിലായി സത്യത്താ. വെറുതെ ചെന്നങ്ങ് നാട്ടുകാർക്ക് കളിക്കാൻ പറ്റില്ലല്ലോ. ഈ കൊച്ചിനെ കൊണ്ടുപോയത് നന്നായി, അല്ലെങ്കിൽ പണി പാളിയേനെ. എടുത്തോ മോനെ, നമുക്ക് വീട്ടിലോട്ട് പോകാം. മോളും പോലും ഇതൊക്കെ അവിടെ വെക്കാം. വാ വാ. ഈ വാടക കുറച്ച് കൂടുതൽ തന്നെയാ. അഡ്വാൻസ് കൂട്ടി തന്നാ വാടക ഒന്ന് കുറയ്ക്കാൻ പറ്റില്ല. വാർഡിന്റെ കാര്യത്തിൽ അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഞാൻ അത്യാവശ്യമായിട്ടൊന്ന് പഞ്ചായത്ത് ഓഫീസ് വരെ പോയതാ, അതാ താമസിച്ചത്. സോറി. ഞാൻ അന്നേ പറഞ്ഞില്ലേ, അതായത് കുട്ടികളൊന്നുമില്ല, അതുകൊണ്ട് വീട് എപ്പോഴും നല്ല വൃത്തിയായിട്ട് കിടക്കും. സാർ താക്കോൽ എടുത്തിട്ടുണ്ടോ? ഒരു മിനിറ്റ്. എന്ത് പറ്റി സാർ? ഇതെന്തോ വള്ളിക്കെട്ട് കേസാണ്. എനിക്ക് നേരിട്ട് അറിയാവുന്ന പാർട്ടിയില്ലേ? കണ്ടാലറിയാൻ പാടില്ല, ഉടായിപ്പാണ്. നിങ്ങൾ വേറെ പാർട്ടീനോ? അതെ, മനസ്സിലായിക്ക. വാടക പോവാ. നമ്മളെ ഹൗസ് ഓണർ ഒരു പുരോഗമന സിംഗമാ. നമ്മൾ ഇത്രയും ധൃതി പിടിച്ചിട്ട് വീട് നോക്കണമെന്നില്ല എന്നല്ലേ സഫിയത്ത പറഞ്ഞത്? അതവരുടെ നല്ല മനസ്സ്. നമുക്ക് വേറെ നോക്കാട്ടോ. ഇതിപ്പോ എത്രാമത്തെ വീടാ? നമുക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് എത്രയും പെട്ടെന്ന് എടുക്കണേ. പിന്നെ 25 കൊല്ലം ഞാൻ വണ്ടി ഓട്ടം തുടങ്ങിയിട്ട് ഒരു പേപ്പർ പോലും ഇല്ലാണ്ട്. ഇപ്പൊ ലൈസൻസ് ഇല്ലാതെ എന്നെയും കൊണ്ട് ഈ പോക്ക്? ജീവിക്കാൻ എന്തിനാണോ ലൈസൻസ്? ആരെങ്കിലും ചെന്ന് ഇടിച്ചാലേ രണ്ടുപേരും അകത്ത് കിടക്കേണ്ടി വരും. ആ, എന്നാ പിന്നെ ആരെങ്കിലും ഇടിക്കാൻ വേണ്ടി ഒരു ലൈസൻസ് അങ്ങ് എടുക്കാം. എന്താ? ഇപ്പൊ മാരേജ് സർട്ടിഫിക്കറ്റ് മതി. ഓക്കെ, അതെങ്കിലും അത്. ഇതിപ്പോൾ എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട്? 6 മാസമായി. എന്താ എത്രയും വൈകിയത്? അതിൻ്റെ ഒരു ആവശ്യം ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. അല്ല, ഞാൻ ചോദിച്ചത് അതല്ല, കല്യാണം കഴിക്കാൻ എത്രയും വൈകിയെന്ന്. ഇതെന്റെ സെക്കൻഡ് മാരേജ് ആണ് സർ. ആ ഫോം ഒന്ന് തരും, ഞാൻ പെട്ടെന്ന്. ധൃതി വെക്കല്ലേ, അങ്ങനെ നിങ്ങൾ പറയുന്ന പോലെ പണിയെടുക്കാനല്ലോ നമ്മളിവിടെ ഇരിക്കുന്നത്. അതിനതിൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ? സോറി സർ, നമ്മൾ നാട്ടിലുണ്ടായിരുന്നില്ല. ഈ നാടകമൊക്കെ ആയിട്ട് ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു. ആ, നടിയാണല്ലേ? എനിക്ക് എപ്പോഴേ തോന്നി. അല്ല, ഞാനല്ല സർ, ഏട്ടനാണ്. ആ, അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ആരാ നാടകമൊക്കെ കാണുന്നതല്ലേ? അല്ല, ഇപ്പം ഇതിൻ്റെ ആവശ്യം വരാം. ഈ വാടകയ്ക്ക് വീടൊക്കെ നോക്കുമ്പോഴേ അതിന് ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. പക്ഷെ നാട്ടുകാരെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ കണ്ട ഒരുമാതിരി കാക്ക തേങ്ങാപ്പൂൾ ഒത്തി കൊണ്ടുപോകണ പോലെ തോല. വധശ്രമം ആയിക്കോട്ടെ. SC/ST അട്രോസിറ്റീസ് ആക്ട് പ്രകാരം ഒരു കേസ് ഞാൻ തരാം, നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ ഇരിക്കുക, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. ആള് പാവാന്നേ, സർവീസിൽ കയറി തന്നെ ഈ അടുത്തിടയ്ക്കാം. പാവോ? ഒരു ചെറുപ്പക്കാരൻ്റെ കരിയറിൻ്റെ കാര്യം ഒന്ന് സംസാരിച്ച് രമ്യതയിലാക്കിക്കൂടെ? സാർ, എനിക്ക് ആദ്യത്തെ അനുഭവമല്ല. ഓരോന്നിനും കേസിന് പോയാൽ പിന്നെ എനിക്ക് വേറെ ഒന്നും നേരം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പൊട്ടിച്ചേ. എനിക്കത് മതി. ഈ റെന്റ് ഇത്തിരി കൂടുതലാണെങ്കിലും ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചത് ഹൈക്കോർട്ടിൽ നിന്ന് അടുത്തായതുകൊണ്ടാണ്. നമുക്ക് നടന്നു പോകാമല്ലോ. ഡെലിവറി കഴിയുന്നവരെ ഞങ്ങൾ എന്തായാലും ഇവിടെ തന്നെയായിരിക്കും. അതുവരെ ആ ഫ്ലാറ്റ് അവിടെ ഫ്രീ ആയിട്ട് കിടക്കുമല്ലേ? ഇത് നല്ല ഓപ്ഷനാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കിട്ടിയാലും മാറാമല്ലോ. ഈ എഗ്രിമെന്റും പരിപാടിയൊന്നും വേണ്ട. നിങ്ങൾ നാളെയോ മറ്റന്നാളോ എപ്പോഴാന്ന് വെച്ചാൽ സൗകര്യം പോലെ അങ്ങോട്ട് കയറിക്കോ. ഇതിനിപ്പോൾ റെൻ്റൊക്കെ എത്രയാവും? അതൊക്കെ നമുക്ക് സംസാരിക്കാം. BR കുട്ടപ്പൻ്റെ നാടകങ്ങൾ കണ്ടിട്ടാണ് ഞാനൊക്കെ എഴുതാൻ തന്നെ തുടങ്ങിയത്. ആ, നിങ്ങൾ എഴുതുമോ? അതെനിക്കറിയില്ലായിരുന്നു. പുള്ളിയുടെ നാടകമാണ് കഴിഞ്ഞ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റ് അടിച്ചത്. ആണോ? എവിടെയാ ഫ്ലാറ്റ്? തൃപ്പൂണിത്തുറ ഭാഗത്ത് ABC ഹോംസ്. എടാ സീക്ക, അത് ശരിയാവും തോന്നില്ല. അതെന്താ? അത് ഇവളുടെ ബ്രദറും ആ ഫ്ലാറ്റിലാ. ഓ, ആ കഥാപാത്രം നിങ്ങളാണല്ലേ?
എനിക്ക് ബുദ്ധിമുട്ടില്ല. ദേവേടത്തേക്ക് സുഖം തന്നെയല്ലേ? എന്ത് സുഖം? കുട്ടികളോടും ചെയ്തു കൂട്ടിയതിൻ്റെ ഫലം പാവം അവരനുഭവിക്കുക. ഞങ്ങൾ അടുത്ത ആഴ്ച അങ്ങോട്ട് ഇറങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇല്ലേ? അതെ അതെ. മുകളിലേക്കാ മോനെ. സാറാ ഗ്രൗണ്ട് ഒന്ന് റെസ്റ്റ് ചെയ്യും. 2A രവിയുടെ കുട്ടികൾ ബോംബെയിൽ നിന്ന് വന്നിട്ടുണ്ടല്ലേ? ഇവരൊക്കെ അതെങ്ങനെയാ കഴിക്കണേ? നമുക്ക് പറയാനല്ലേ പറ്റൂ. ഞാൻ രവി ഒന്നുകൂടെ കാണാം. ചിലവരങ്ങനെയാ, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഗുഡ് ഈവനിങ് കിച്ചു. ഗുഡ് ഈവനിങ് അച്ഛാ. Those days everywhere the toilets were cleaned by killer community. But in Gandhiji's ashram, every person has to carry the toilet basket to the pit and empty it. No one was excused from this task, not even the guest. കിച്ചു, how was your day? നല്ലതായിരുന്നു അച്ഛാ. മാത്സ് പീരീഡ് മിസ് സർപ്രൈസ് ടെസ്റ്റ് വെച്ചു. ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നത്. എനിക്ക് നവീനും ജിത്തുനും പിന്നെ ഗേൾസിൽ അശ്വതിക്കും അഭിരാമിക്ക് 10 out of 10 ആയിരുന്നു. ആഹാ, വെരി ഗുഡ്. ദെൻ കഴിഞ്ഞോ? ഇല്ല, പിന്നെ ഇംഗ്ലീഷ് പീരീഡ് മിസ് ലെസൺ വായിപ്പിച്ചു. പറയടോ. അച്ഛാ, പിന്നെ ഒരു പ്രോബ്ലം ഉണ്ടായി. ലാസ്റ്റ് പീരീഡ് ഗെയിംസ് ആയിരുന്നു. എന്നിട്ട് താൻ കളിക്കാൻ പോയോ? ഇല്ല, അവരൊക്കെ കളിക്കാൻ പോയപ്പോൾ ഞാൻ ക്ലാസ്സിലിരുന്ന് എൻ്റെ ചെസ് ബോർഡ് എടുത്ത് പുറത്ത് വെച്ചു. പക്ഷെ ആരും എൻ്റെ ഒപ്പം കളിക്കാൻ വന്നില്ല. തന്നെ ബെസ്റ്റ് ഫ്രണ്ട് വന്നില്ലേ നവീൻ? അവൻ ഫുട്ബോൾ കളിക്കണമെന്ന് പറഞ്ഞു പോയി. പിന്നെ ഞാനന്ന് ടോയ്ലറ്റിൽ പോയി വന്നപ്പോഴത്തേക്കും വൈറ്റ് കിങ് മിസ്സിങ് ആയി. ഞാൻ അവിടെയൊക്കെ തപ്പി, എവിടെയും കണ്ടില്ല. അതാരും എടുത്തതാ അച്ഛാ? മറ്റേ കുട്ടി ഉണ്ടായിരുന്നു, ഒന്ന് കോപ്പി അടിച്ചതിന് പിടിച്ച ബബീഷോ? ഇല്ല അച്ഛാ, അവനെടുക്കില്ല. അവനിപ്പോൾ എൻ്റെ നല്ല ഫ്രണ്ടാ. ഇന്നും കൂടി എനിക്ക് സ്നാക്സ് തന്നു. എന്നിട്ട് താൻ മേടിച്ചോ? ആ കുട്ടി എന്താ കൊണ്ടുവന്നു? നമുക്കുള്ളത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണം. നല്ലതാണ്. അപ്പോഴാണ് നല്ല ഹ്യൂമൻ ബീയിങ്സ് ആവുന്നത്. പക്ഷെ അവർ തരുന്നത് നമ്മൾ മേടിക്കണമെന്നില്ല. കിച്ചുവിന് അതിൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ? ചെസ്സിൽ എങ്ങനെയാ ജയിക്കുക? കിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ. നാളെ വരുമ്പോൾ ആ വൈറ്റ് കിങ്ങിനെ കൊണ്ടുവരണം കേട്ടോ. നാളെ തന്നെ മിസ്സിനോട് കംപ്ലൈൻറ്റ് ചെയ്യാം. ചേട്ടനെ അതൊന്ന് ഓഫാക്കി.
ഒരു ഓക്കെ, രാധിക മാഡം ഈ ട്രിപ്പിനെ കുറിച്ച് 2 വാക്ക് പറയും. ഒന്ന് പോയിക്കേ. പ്ലീസ് 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 പ്ലീസ്. എന്നാലേ കിച്ചനോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. അമ്മ loves you so much. അപ്പൊ എനിക്കില്ലേ? അപ്പോഴേ ഞാൻ ഒരു കാര്യം ചെയ്യാം, വേഗം റെഡി ആയിക്കോ, ഞാൻ പുറത്ത് കാണാം. ശരി. എടുക്കട്ടെ താനെ എഴുന്നേറ്റ് ശീലിക്കട്ടെ. വേണ്ട. ഗുഡ് നൈറ്റ് കിച്ചു. ഗുഡ് നൈറ്റ് അച്ഛാ. എന്താണ് വിളിക്കാൻ? കിച്ചുവിനെ കൊണ്ടുവന്നില്ലേ? ക്ലാസ് കളയണ്ടെന്ന് വെച്ചു. കുട്ടനെങ്കിലും വരാൻ തോന്നിയല്ലോ, സന്തോഷായി. ബന്ധങ്ങളൊക്കെ എങ്ങനെയാണ് മുറിഞ്ഞു പോണതേ? മുറിക്കേണ്ടത് മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഏതോ കൂട്ടുകാരുടെ കൂടെ താമസം കേട്ടുല്ലോ. അയാൾക്ക് വലിയ വരുമാനമൊന്നുമില്ല അത്ര സ്ഥിരമായിട്ട്. ഇപ്പോഴത്തെ കാലത്തൊക്കെ നാടകം കൊണ്ട് എന്ത് കിട്ടാന്? അവിടെ ഇലയിട്ട് കഴിഞ്ഞു. വന്നേ, അവരൊക്കെ വെയിറ്റ് ചെയ്തു. വാ.
പായസം ഇലയിൽ ഒഴിച്ച് കഴിക്കുന്നതാണോ എൻ്റെ രീതി? വളരെ പണിപ്പെട്ട ഞങ്ങൾ ആ ഫാക്ടറി പൂട്ടിച്ചത്. ആര് സാറ് പറഞ്ഞ എല്ലാവർക്കും നല്ല എമൗണ്ടും കൊടുത്തിട്ടുണ്ട്. ഹൗസിംഗ് ബോർഡ് വഴി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അറിയാലോ കാര്യം സാറേ, നാട്ടിലാകെ വേളമാണ്. തിരുവനന്തപുരത്തേക്കാണ് ഇടഞ്ഞു നിൽക്കുക. അതിൻ്റെ ഇടയ്ക്ക് പ്രോപ്പർട്ടി ടൈറ്റിൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല. കുട്ടനൊരു ഓപ്ഷൻ പറഞ്ഞു, കേട്ടപ്പോൾ എനിക്ക് തോന്നി നല്ലതാണ്. ഇനി സെൻട്രൽ മിനിസ്റ്റർ വഴിയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അടി പറഞ്ഞപ്പോൾ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നടക്കത്തില്ല സാറേ. ഇല മടക്കല്ലേ, ഇനി മോരുണ്ട്, അതുകൂടെ ഒഴിച്ചൊരു പിടികൂടെ പിടിച്ചാലേ സദ്യ കംപ്ലീറ്റ് ആകും. എനിക്ക് പുളിപ്പത്ര പിടിക്കത്തില്ല. എനിക്കറിയായിരുന്നു തന്നെ കാണുമ്പോൾ ജമാൽ ഇങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന്. അതുകൊണ്ടാണ് ഈ മീറ്റിംഗ് ഞാൻ ഇവിടെ തന്നെ സെറ്റ് ചെയ്തത്. അത് അയാളത് വിട്ട് കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. 2 CR കാര്യമല്ലോ. കാശിൻ്റെ അല്ലേടോ, ഇതൊക്കെ ഒരു വിശ്വസതയുടെ കാര്യമല്ലേ. നേതാക്കന്മാരൊക്കെ കൂടെ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ? അതൊക്കെ ഓക്കെ. ജമാല് അയാൾക്ക് പാർട്ട്ണർമാരൊക്കെ ഇല്ലേ? നമുക്ക് അയാളെ വിട്ട് അവരെ പിടിച്ചാലോ? പക്ഷെ ജമാലല്ലേ ഈ പ്രോജക്റ്റ് ഇവിടെ വരെ എത്തിച്ചേ. അതുകൊണ്ട് അയാളില്ലാതെ ഒരു കാര്യം നടക്കില്ല. ഞാനില്ലാതെ നടക്കില്ല. Good evening, Acha. A nutritionalist, chef, or even your grandma would use the food classification system that defines fruits and vegetables. It is based on the way the plants are used and their flavor. Some vegetables we use in our daily life are onion, carrot, cauliflower, brinjal, pumpkin. Some fruits we use in our daily life are mango, banana, tomato, grapes, apple. ലാസ്റ്റ് വായിച്ചു വന്നോ വായിച്ചേ? Some fruits we use in our daily life are mango, banana, tomato, grapes, apple. ടൊമാറ്റോ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? തക്കാളി. തക്കാളി ഫ്രൂട്ടാണോ? അല്ല, വെജിറ്റബിളാണ്. അല്ലച്ചാ, എനിക്ക് ഉറപ്പാ. ഇന്നലെ നവീനും ഉണ്ടായിരുന്ന ആ ഡൗട്ട്. ഞങ്ങൾ കമ്പ്യൂട്ടർ ലാബിൽ പോയപ്പോൾ ഗൂഗിളിൽ നോക്കി. ഗൂഗിൾ പറയുന്നത് ടൊമാറ്റോ ഇസ് എ ഫ്രൂട്ട് എന്നാണ്. കിച്ചു, ഈ ഗൂഗിൾ എന്ന് പറയുന്നത് വെറും ഒരു സെർച്ച് എഞ്ചിൻ മാത്രമാണ്. അത് ഈ പറഞ്ഞത് മുഴുവൻ ശരിയാണെന്ന് കിച്ചുനോട് ആരാ പറഞ്ഞത്? ഇന്നലെ താൻ ആ ചെസ് കോയിൻ കൊണ്ട് കളഞ്ഞു. ഇന്നിപ്പോൾ ഇത് ചെയ്തു. തനിക്ക് സ്കൂളിൽ എന്താ ശരിക്കും പരിപാടി? ടൊമാറ്റോ ഈസ് എ വെജിറ്റബിൾ. ടൊമാറ്റോ ഈസ് എ vegetable. 500 times. Tomato. Kichu, Amma loves you so much. ഞാൻ പുറത്തുണ്ടാവും. ഓക്കെ. First 4 times horizontally, then 4 times vertically, then again horizontally. Okay? Healthy teeth are always white.
വീട്ടിന്റെ നാച്ചുറൽ കളറ് ചെറിയ യെല്ലോയിഷ് ആണ് അച്ഛാ. അയ്യേ, നിന്നോട് ആരാ ഈ വിട്ടിത്തൊക്കെ പറഞ്ഞു തരണേ? എല്ലുമാണ്. പാലും പച്ചക്കറിയൊക്കെ പയ്യനോട് പറഞ്ഞ് അവൻ കൊണ്ടുവരും, അല്ലെങ്കിൽ സെക്രട്ടറി പറഞ്ഞാലും ചേട്ടൻ മറ്റേ പ്രസാദ് സാറിന്റെ സിനിമയില് സോപ്പുട്ടിയിൽ ക്യാമറ ഒളിപ്പിച്ച അതേടു ഞാനാട് വൃത്തികെട്ടവൻ അല്ലടാ. ചേട്ടന് വിരോധമില്ലേ ഞാനൊരു സെൽഫി എടുത്തോട്ടെ? വിരോധം ഉണ്ടെങ്കിലോ? ആട് നമുക്ക് എടുക്കാം. മോനേട്ടൻ അവിടെ ഉണ്ടോ? ഞാൻ അങ്ങോട്ട് വരാം. പാടൂ, ഇരിക്കും. അയ്യോ, ഇത് കഴിച്ചാൽ കുറച്ച് നേരം ഭയങ്കര നീട്ടില്ല. നമ്മുടെ കൂട്ടർക്കല്ലാതെ പുറത്തുനിന്ന് ആർക്കും കൊടുക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ ഫ്ലാറ്റ് എടുത്തത്. അതെ, അതങ്ങനെ തന്നെയാണല്ലോ. പിന്നെ ഈ താഴെ സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് മോനേട്ടൻ അറിഞ്ഞിട്ടല്ലേ? ആ, അതാ നന്ദൻ വന്ന് പറഞ്ഞിരുന്നു അവൻ്റെ ഒരു ഫ്രണ്ടും ഫാമിലിയും കുറച്ച് ദിവസം കൂടെ കാണുമെന്ന്. എന്താ പ്രശ്നം വല്ലതും ഉണ്ടോ? അത് അവളാ. മിക്സി ഓണാക്കാൻ പോകട്ടോ, കുറച്ച് ശബ്ദം ഉണ്ടാവും. ആ ഹരി, അത് ഒരു മീറ്റിങ്ങിനും കൂടി ജമാല് സമ്മതിച്ചിട്ടുണ്ട്. അത് നമുക്ക് എന്ന് പിടിക്കാം? ആ നമുക്ക് വാഗമണിലിരിക്കാം. നിങ്ങൾ നാളെ അല്ല മറ്റന്നാൾ അങ്ങോട്ട് ഇറങ്ങും. എന്നാൽ ഞാനത് ജമാലിനെ വിളിച്ച് പറഞ്ഞാക്കട്ടെ. ആ ഓക്കെ. അതെ, അതിനു മുമ്പ് നമ്മൾ തമ്മിലൊന്ന് കണ്ടാലോ? ഞാൻ അമ്മയുടെ അടുത്തേക്കൊന്ന് പോകുന്നുണ്ട്. വരുന്ന വഴി ഇറങ്ങാം. ഓക്കെ. ഈ നന്ദന് ഇത്തിരി നാടകത്തിൻ്റെ ഒക്കെ അസ്ഥിതയുള്ള ആളാണ്. പേരൊക്കെ ഷോർട്ടാക്കി CK. അവനൊരു സമ്പ്രദായമില്ലാത്ത ആളാ. സാരമില്ല, ഞാൻ സംസാരിക്കാം. ഇവിടെ തന്നെ വന്ന് താമസിക്കണേന് ഇത്തിരി ഉളുപ്പുള്ളവർ ചെയ്യോ? എന്നെ കാണിക്കാനാണ് ഈ നാടകം കളിക്കണമെങ്കിൽ മോനേട്ടാ നിങ്ങളായി ഫ്ലാറ്റിന് സെക്രട്ടറി. നത്തിങ് ഡൂയിങ്. എന്നെ അതിന് കിട്ടില്ല. കുട്ടന് ചായ എടുക്കട്ടെ? വേണ്ട, ഒന്ന് രണ്ട് സ്ഥലത്ത് കയറാനുണ്ട്.
അച്ചോൾ കിച്ചു. അച്ചോളുടെ കാണിച്ചേ. എനിക്ക് എഫ്, ഞാൻ ഫസ്റ്റ്. ഓക്കെ, നീ എന്താ ചെയ്യാ? അതിൻ്റെ അകത്തുനിന്ന് എടുക്കണം. അങ്ങനെയല്ലേ വെക്കോ? അച്ചോൾ എന്നെ കാണിക്കല്ലേ, ഹൈഡ് ചെയ്ത് പിടിക്കേ. ശരി, റെഡി. അച്ചോൾ രണ്ടെണ്ണം കൂടെ എടുത്ത് നമ്മൾ ഏഴെണ്ണല്ലേ എടുക്കാറ്? അച്ചോള് പണ്ട് കളിച്ചതല്ലേ മോൻ്റെ കൂടെ, മറന്നുപോയി. കിച്ചു അച്ചോളുടെ ഒപ്പം പണ്ട് കളിച്ചാണല്ലോ, കിച്ചു മറന്നില്ലല്ലോ. എന്താ കിച്ചു, അച്ഛൻ്റെ കൂടെ കളിച്ചൂടെ നിനക്ക്? അച്ചോട് കളിച്ചേ. അയ്യേ, ലവോ? എന്താ ലവ് നല്ലതല്ലേ? ലവ് മഹാബോറ, എനിക്ക് ഗേൾസിന് ഒട്ടും ഇഷ്ടമല്ല. പെണ്ണിയോ? അച്ചോള് വേറെ. എൻ്റെ ക്ലാസ്സിലെ ഗേൾസൊക്കെ ഭയങ്കര ഷോ ഓഫാ. പറഞ്ഞൊക്കെ ഓർമ്മ ഉണ്ടായിരിക്കണം, പിന്നെ മാറ്റി പറയരുത് കേട്ടോ. ഞാൻ ഒരിക്കലും ലവ് ചെയ്യില്ല. ഗുഡ് ഈവനിങ് അച്ഛാ. സോറി സർ. അച്ചോള് പോയിട്ട് വരാം കേട്ടോ. താനെന്ന് സഹായിക്കണോ? അത് തുറക്കണ്ട, അത് കംപ്ലീറ്റ് പഴയ മാഗസിൻസാണ്. പിന്നെ നമ്മളിവിടെ സ്ഥിരതാമസാക്കാൻ പോകണില്ലല്ലോ. കിച്ചു മുകളിലുണ്ടെന്ന് അറിഞ്ഞപ്പോഴേ താനത് വിടറോ. ഇവിടെ IAS IPS ഉണ്ടായിട്ടൊന്നും ആളുകളുടെ ചിന്താഗതി ഒന്നും മാറാൻ പോകുന്നില്ല. ഹൈസ്കൂളിൽ എനിക്കൊരു സുമതി ടീച്ചർ ഉണ്ടായിരുന്നേ, ഭയങ്കര വിവരമായിരുന്നു. ഒരു ദിവസം കുട്ടികളൊക്കെ വിളിച്ചു കൂട്ടി നാടകം കളിക്കാൻ താല്പര്യമുള്ളത് അവിടെയൊക്കെ വരാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കുളിച്ചു കൂട്ടപ്പനായി പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന്, ഈ കോലത്തിലാണ് അഭിനയിക്കാൻ വന്നേക്കുന്നത് എന്നും പറഞ്ഞ് എന്നെ കൂട്ടിയില്ല. അപ്പം പിന്നെ ഞാൻ ഒറ്റക്കൊരു നാടകം ഉണ്ടാക്കി. അവസാനം വാർഷികത്തിനന്ന് ടീച്ചർ നാടകം കഴിഞ്ഞപ്പോൾ ഞാനങ്ങോട്ട് സ്റ്റേജിൽ കയറി ഒറ്റക്കൊരു കളി അങ്ങോട്ട് കളിച്ച്. എന്നിട്ട് അവർക്ക് ഇഷ്ടമായോ? വീട്ടിൽ പോയി നല്ല മത്തിക്കറിയും ചോറും തിന്ന് ഞാൻ ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങി.
ടൗൺഷിപ്പിലുള്ള പ്ലാൻ വരെ റെഡിയാണ്. ആ ലാൻഡ് ഡേറ്റിൽ കൊമേഴ്ഷ്യലാക്കി മാറ്റി കിട്ടിയാൽ നമുക്ക് തറക്കല്ലിടാം. ജമാലെ, ഞങ്ങൾ മിനിസ്റ്ററുമായിട്ടൊരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. ദി ഓൺലി തിങ് ഈസ് ദാറ്റ് യു ഹാവ് ടു പമ്പ് ഇൻ മണി. മൂക്കറ്റം കൊടുക്കണം. സാറേ, ഒരു തവണ ചൂടുവെള്ളത്തിൽ വീണവനാ ഞാൻ. ഇതിപ്പം നടന്നില്ലെങ്കിലും സാറിനും ഒരു തട്ടുകേടും പറ്റാനില്ല. ശമ്പളവും പെൻഷനും ഒക്കെ ഉള്ളതല്ലേ. ഞങ്ങളെന്ന് പറഞ്ഞാൽ തന്നെ ബിസിനസ്സുകാർ. പഴയ കാര്യങ്ങളൊന്നും സംഭവിക്കുകയില്ലെന്ന് ഹരിസാർ ഉറപ്പ് തന്നാൽ ഈ ഡീലിന് ഞങ്ങൾ റെഡിയാണ്. എന്താണ് ജമാലെ, അതൊക്കെ അന്നത്തെ ഒരു അത് ജമാലിനും അറിയാമല്ലോ. ഏതായാലും നമ്മൾ ഇത്രയുടെ എത്തി. ഇതിപ്പോൾ എൻ്റെ ഒരു പ്രൈവറ്റ് സ്പേസ് അല്ലേ. ഇവിടെ വെച്ച് അങ്ങനത്തെ ഒരു ആർഗ്യുമെന്റ്സ് ഒന്നും വേണ്ടെന്നേ. ആ, എന്നാ എല്ലാവർക്കും ലേശം മധുരം കഴിക്കാം. സാറ് കഴിക്കണ്ട കേട്ടോ. താനിവരെ പേടിപ്പിക്കല്ലേ, ഒന്ന് പതുക്കെ പറ. ചെവി ലേശം പുറകോട്ടാ സാറേ. റൂമിൽ വിരിച്ചിട്ടുണ്ട്, ഞാൻ വീട്ടിലേക്ക് അങ്ങോട്ട് പോവാ. മാത്തച്ഛൻ നിൽക്കണ്ട, അതോണ്ട് വയ്ക്കോ. അതേ, കിടന്നുറങ്ങിക്കളയരുത്. 4 മണിക്ക് വിളിക്കണം. ആളെ കാണുന്ന പോലെ ഒന്നുമല്ല. ഉച്ച കഴിഞ്ഞാൽ പിന്നെ നല്ല അടിയാ. കുട്ടം പറഞ്ഞൊരു കഥയുണ്ടേ. ഒരു ദിവസം ഇയാൾ ഒരു ജാക്ക് ഡാനിയലിൻ്റെ കുപ്പി ഇവിടെ കൊണ്ടുവച്ചു, ഞങ്ങൾക്കിടയ്ക്ക് കൂടാൻ. പിന്നീട് ഞങ്ങൾ നോക്കുമ്പം കുപ്പിയുടെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. കുട്ടനാരാമോൻ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കുപ്പിയുടെ അളവിന് അങ്ങോട്ട് മാർക്ക് ചെയ്ത് വെച്ചു. ചാത്തപ്പൻ എന്താ അംബാസിഡർ. പിന്നീട് ഒരു ദിവസം കുട്ടം നോക്കുമ്പം റബ്ബർ ബാൻഡ് ഇട്ട കാലിക്കുപ്പി. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട്. സാറങ്ങനെ ഞങ്ങളോട് ഇറങ്ങുന്നുണ്ടോ? ഇല്ല, ഞാൻ പറയുള്ളൂ. കുട്ടനെ ഇവിടെ വന്നാൽ ഊണിന് ശേഷം ഒന്ന് മയങ്ങി കുളിച്ച് ഫ്രഷായിട്ട് തിരിച്ച് ഡ്രൈവ് ചെയ്യാറുള്ളൂ. എനിക്കെന്താ പറ്റിയ? എണീക്കണ്ട, കിടക്ക്. എൻ്റെ ഫോൺ തൻ്റെ ഫോണൊന്നിങ്ങന്നേ. എനിക്ക് കിച്ചുവിനോട് സംസാരിക്കണം. താൻ റെസ്റ്റ് എടുക്ക്. കിച്ചുവിനെ ഞാൻ വിളിച്ചിരുന്നു. അവൻ നമ്മൾ മോഹനേട്ടൻ്റെ അടുത്തുണ്ട്. ഞാൻ കുളിച്ചോണ്ടിരിക്കുകയായിരുന്നു. പിന്നെയും എനിക്കൊന്നും അങ്ങോട്ട് ഓർമ്മയില്ല. BP കുറഞ്ഞാന്നാണ് ഞാൻ ആദ്യം നിരീക്ഷിച്ചത്. കൈവെള്ളയിലും കാലടിയിലും നല്ല നിറവ്യത്യാസം ഉണ്ടായിരുന്നു. ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്തു. റിസൾട്ടിൽ കാർബൺ മോണോക്സൈഡിൻ്റെ പ്രസൻസ് ഉണ്ട്. ഒരു ഡൗട്ട് വേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നമ്മുടെ ഫോറൻസിക്കിലെ അബുവിനെ വിളിച്ചു. ഇതൊരു ആക്സിഡൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ബാത്റൂമിലെ ഫാൻ എന്ന് മുതലാണ് നിന്നുപോയത്? എനിക്കറിയത്തില്ല സാറേ. മാത്തച്ഛനോടെ ഇവിടെ ഉണ്ട്, ഇപ്പൊ വിളിക്കും. ജമാൽ ആ ഇഷ്യൂ ഇതുവരെ വിട്ടിട്ടില്ലല്ലേ? താൻ എന്തായി പറയുന്നത്? ഞങ്ങൾ ഒരുമിച്ചല്ലേ ഇങ്ങോട്ട് വന്നത്. എടോ, ഇത് അയാളുടെ ലാസ്റ്റ് ഹോപ്പ് ഐഡിയയിൽ. ഇതാണെങ്കിൽ താനില്ലാതെ ഒട്ടും നടക്കത്തുമില്ല. പിന്നെ
ഇന്നലെ താൻ എവിടെയായിരുന്നു? നിങ്ങളറിയാതെ ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഏയ് ഇട്ടിട്ടില്ല, പഞ്ചസാര ഇട്ടിട്ടില്ല. നാളെ തൊട്ട് രണ്ടുപേരും ഇവിടെ വരണ്ട. കുളിമുറിയിൽ ഫാൻ നോക്കാൻ ഞങ്ങൾ വിട്ടുപോയതാ സാറേ. സാറിന് എന്തെങ്കിലും പറ്റണോന്ന് കർത്താവാണ് ഞങ്ങൾ വിചാരിക്കൂ സാറേ. അന്നം മുട്ടി പോകും സാറേ. ചെവി കേൾക്കാത്തോണ്ട് വേറൊന്നും ചെയ്യാനും വേല. ഇവിടുന്ന് തരുന്നതിന് മിച്ചം വെച്ച കൊച്ചിന്റെ കാര്യം വരെ നോക്കുന്നേ. ചതിക്കരുത്. ഇന്നെന്താ കഞ്ഞിക്ക്? തൻ്റെ ഈ ഗറില്ല സെറ്റപ്പ് ഏതായാലും കൊള്ളാം, നല്ലതാ. കുടിക്കണോ? ഇത്തവണ നിന്റെ ഐഡിയ കൊള്ളാം. കെമിക്കലില്ല പണി. സാറ് പിന്നെ ആരും കൊല്ലാമെന്നതല്ലേ? എൻ്റെ പൊന്നു സാറേ, ഓരോ പ്രാവശ്യം ആരെങ്കിലും ഓരോന്ന് പറഞ്ഞു വെച്ച് സാറെന്തിനാ എന്നെ ബുദ്ധിമുട്ടിക്കുന്നു? നീ എന്നാ ഷൂട്ട് ചെയ്തു? അതിന് 6 വർഷം നീ ജോലി കൊടുക്കും. അതുകൊണ്ടാണ് തന്നെ ഞാൻ വെറുതെ വിട്ടത്. നീ എങ്ങനെ എൻ്റെ റിസോർട്ടിൽ കയറി? ഏത് റിസോർട്ട് സാറ്? ഞാനിവിടുന്ന് എങ്ങോട്ടും പോകാറില്ല. എനിക്ക് കാണാനായി ആരുമില്ല. ജയിലായപ്പോ വേറെ പോയി. മകനും ഇനി എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ്. ഇനി എന്നെ ഇങ്ങോട്ട് വരുത്തിക്കരുത്. എന്നെ ഇങ്ങനെ കൊല്ലാൻ മാത്രം ഞാൻ എന്ത് തെറ്റാൻ പോയി ചെയ്തു? അമ്മയ്ക്കറിയാലോ ഓരോ ദിവസവും ഉറങ്ങാൻ വേണ്ടി ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ട്. ശ്വാസം കിട്ടാണ്ട് ഭൂമിയുടെ അടിയിലേക്ക് ആണ്ട് പോണ പോലെ തോന്നുന്നു. ഇതവൻ തന്നെയാ ആ പോൾ വർഗീസ്. അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. അമ്മ ഇങ്ങനെ ഒന്നും അറിയാതെ കിടന്നുപോയത് ഒരു കണക്കിന് നന്നായി. ആൾക്കാരെയൊക്കെ ഒന്ന് ഫേസ് ചെയ്യാൻ ഞാൻ റെഡിയായി വരികയായിരുന്നു. അപ്പോഴാ ജീവിതത്തിൽ ഒരിക്കലും അവളെ കാണണ്ടാണ് തീരുമാനിച്ചതല്ലേ നമ്മൾ. എന്നിട്ടിപ്പോൾ
ഞാനാണ് എല്ലാം അനുഭവിക്കുന്നത്. എനിക്ക് ഉറപ്പ് തോന്നുന്നു. മോൻ നാടകത്തിന് പോയി പറയാൻ പറഞ്ഞു. പോവേ ഇന്ന് നമ്മുടെ കുട്ടപ്പഞ്ചേട്ടൻ്റെ നാടകം ഉണ്ടല്ലോ, അതിന് പോയിക്ക. ദേവകൽപ്പനകളെ ധിക്കരിക്കാൻ പാടുണ്ടോ? ഉണ്ടോ? ഏത് താളിയോലകളിലാണ് കാട്ടുജാതിക്കാരന് തപസ് വിധിച്ചിട്ടുള്ളത്? മുനിമരത്തിലെ ഇലകളെല്ലാം പുഴുക്കൾ തിന്നു തീർത്തു. ഇനി അവറ്റയുടെ തീറ്റ നീ ഇഹലോകവാസം വെടിയും മുമ്പ് അടിയൻ അങ്ങേക്കൊരു പുഷ്പഹാരം തന്നോട്ടെ. പൂവള്ളിക്ക് പകരം പാമ്പ്. പുള്ളി 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 പാമ്പ്. നിന്റെ തപോശക്തി കൊള്ളാമല്ലോ താപസ. താനാ എല്ലാത്തിനും കാരണം. എൻ്റെ മോൻ അവിടെ നിൽക്കുന്നത് മര്യാദക്ക് ഇറക്കി വിട്ടോ, ഇല്ലെങ്കിൽ നാടകം ഇവിടെ നിൽക്കും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഓണത്തിൽ പൊട്ടിത്തെറിപ്പ കാത്തോക്കിന്റെ മേഘസാക്ഷി കേരളത്തിക്ക് മുന്നേ സർപ്പരാജാവ് തക്ഷകന്റെ കടികൊണ്ട് നീ ചാവേ ചാവേ ചാവേ.
ഇതാരാന്നറിയോ? അറിയാം. എന്റെ പെങ്ങളെ മോഡലാക്കാൻ നീ ആരോടാ? രവിവർമ്മ. ഞാനും ഭാരതി തമ്മിൽ ഇഷ്ടത്തില്ല. അതിങ്ങനെ കള്ളക്കേസ് കുടിക്കാനൊന്നും ഇല്ലാണ്ടാവില്ല. അടുത്ത ആഴ്ച ഇവിടെ കല്യാണം. നിനക്കൊക്കെ ഇത്ര പ്രായം കക്കൂസും കഴുകി ജീവിക്കണം. My mother brushed my teeth and bathed me every day. She will tell me how to brush my teeth. If I don't do like that, she will scold me. My mother will help me do my homework. Once when I wrote heritage, the spelling was wrong. She made me stand on the bench in one leg till morning. She wants the uniform clean always. If uniform is dirty, she will make me wash myself. My mother gets angry if I make noise while eating. My mother has only me. That is why she doesn't like me playing and enjoying with my friends. What is this? ഋഷികേശിൻ്റെ അമ്മ നേരത്തെ മരിച്ചു പോയതാണെന്ന് എനിക്കറിയാം. അതെ മരം അമ്മയില്ലാതെ വളർന്ന കുട്ടിയല്ലേ. ഇതൊക്കെ അവൻ്റെ ഇമാജിനേഷനാണ്. ഇത് ഞാൻ മുഴുവനായിട്ട് വായിക്കണോ? ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. വേണ്ട വേണം. ഇനി എങ്ങനെ ഉണ്ടാവില്ല. ഞാൻ അവനെ ഉപദേശിക്കാം. ഋഷികേശ് വളരെ വയലൻ്റ് ആയാണ് ഫ്രണ്ട്സിനോട് പെരുമാറാറ്. 1-2 കംപ്ലയിൻസും വന്നിട്ടുണ്ട്. എന്താണ് ഋഷികേശിൻ്റെ ശരിയായ പ്രശ്നം? സോറി മാഡം, ഈ വോണ്ട് റിപ്പീറ്റ് ഇറ്റ്. അച്ഛൻ എത്ര മോശം മനുഷ്യനാണോ വെച്ചോ. കിച്ചുവിൻ്റെ അമ്മ മരിച്ചിട്ടും വേറെ അമ്മയെ കൊണ്ടാത്ത അച്ഛനെ കിച്ചുവിൻ്റെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, കിച്ചുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആകാൻ വേണ്ടിയിട്ടല്ലേ. ഗുഡ്, വെരി ഗുഡ് കിച്ചു. ഇപ്പം ഇതെങ്ങനെയാണ് കിട്ടിയത്? അച്ഛൻ പറഞ്ഞുകൊണ്ടല്ലേ. അച്ഛനിങ്ങനെ പറഞ്ഞു തരാൻ ഒരു മുത്തച്ഛനുണ്ടായിരുന്നു. അച്ഛൻ അങ്ങനെയാ വലിയ ആളായത്. പറഞ്ഞത് കേട്ടില്ലേ, അച്ഛനെ മുത്തച്ഛൻ അടിക്കുമായിരുന്നു. കിച്ചുവിന് അച്ഛനെ അങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ. പക്ഷേ നാം മിസ്സിൻ്റെ മുമ്പിലിരുന്നപ്പോൾ അച്ഛൻ എന്താ തോന്നിയെന്നറിയോ? അച്ഛൻ ഭൂമി വിടുന്ന താഴോട്ട് പോയിക്കോട്ടെ. സോറി അച്ഛ, ഞാൻ ശരിക്കും അറിയാതെ എഴുതിയതാ. സാർ ഈ സ്റ്റെയർ നടന്നിറങ്ങി കഷ്ടപ്പെടുന്നത് എന്തിനാ സാറേ? ഒരു സൈക്കിൾ മേടിച്ചാൽ പോരെ? എനിക്കൊരു കൂട്ടാകത്തില്ലേ?
വിസിറ്റേഴ്സ് ബുക്ക് എടുക്കണോ? എന്താ സാറേ? എടുക്കണോ? ഇവിടുത്തെ ജനറേറ്റർ വർക്ക് ചെയ്യില്ലേ? ആണല്ലോ സാറേ. പിന്നെന്താ? അല്ല സാറേ, കറണ്ട് പോയപ്പോൾ ഞാൻ പോയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. എന്താ ഓട്ടോമാറ്റിക് സ്റ്റാർട്ടിങ് വർക്ക് ചെയ്യണല്ലേ? ഉണ്ടായിരുന്നു സാറേ, പക്ഷേ ഇന്നലെ എന്തോ മാനുവലായിട്ടായിരുന്നു. സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പോയപ്പോൾ റൂമിൻ്റെ കീ കാണില്ല. സ്പെയർ കീ എടുത്ത് നോക്കി ലേറ്റായി. ഈ 4 മണിക്ക് ശേഷം വന്ന ഗസ്റ്റിൻ്റെ പേര് താനെന്താ എൻട്രി ആയിരുന്നു? സാറേ, 4 മണിക്ക് ശേഷം ഗസ്റ്റ് ഒന്നും വന്നിട്ടില്ലേ സാറേ? സോറി സാറേ, ഞാൻ വന്നിട്ട് 1 മാസമായിട്ടുള്ളൂ. പരിചയമായിട്ട് വരുന്നുള്ളൂ. പെട്ടിയും ബാഗും ഒക്കെ പാക്ക് ചെയ്ത് വെച്ചേക്ക്. ഞാൻ ഏജൻസി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. സാറേ, ഭാര്യയെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? വലിയ ആഗ്രഹങ്ങളൊന്നുമില്ലാതെ ആ ഫാക്ടറിയിൽ കെമിക്കൽ എഞ്ചിനീയറായി ജീവിച്ചു പോവുകയായിരുന്നല്ലോ ഞാൻ. നിങ്ങളെല്ലാം കൂടി അത് പൊട്ടിച്ചു. അവിടെയുള്ള കാത്മീയം നിങ്ങൾക്ക് വേണമായിരുന്നു. അതെടുക്കാൻ നിങ്ങൾ എന്നെയും കൂട്ടി. പിന്നീട് സാർ അതേ കമ്പനിയുടെ പ്രൊട്ടക്ടറായി വന്നപ്പോൾ ഞാൻ കള്ളനായി. വയ്യ സാറേ, മടുത്തു. പോളച്ച, ഇത്തവണ ലിഫ്റ്റിലിട്ട് ശ്വാസം മുട്ടിച്ചു. എല്ലാം പോയിസൺ ഉപയോഗിച്ച്. താനിങ്ങനെ ജീവനോടെ ഇരിക്കുമ്പോൾ ഞാൻ വേറെ ആരെ സംശയിക്കാനാണ്? അന്ന് സാറിനെ കൊല്ലാമെന്ന ആ പിടിവലിയിലല്ലേ സാറിന് വെടിയേറ്റത്? അത് സാറിനും അറിയാം. ജയിലിൽ പോയപ്പോൾ താൻ അഭിനയവും പഠിച്ചു. നന്നായിട്ടുണ്ട്. സാറിനെ കൊല്ലാൻ നോക്കുന്നത് ഞാനല്ല. ഞാനത്ര കെയറില്ലാതെ ഹാൻഡിൽ ചെയ്തതാണ്. ഫിംഗർ പ്രിൻറ്റ്സ് കിട്ടാൻ ചാൻസ് കുറവാണെന്നാണ് തോന്നുന്നത്. ഇപ്പം എല്ലാം ക്രൈം സീനിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ജസ്റ്റ് മാച്ചിങ് മാത്രമേ ചെയ്യാറുള്ളൂ. സാറിൻ്റെ ചൂണ്ടുവിരൽ കൂടി ഒന്ന് വെക്കുമോ? മതി. സാറിൻ്റെ അല്ലാത്തൊരു ഫിംഗർ പ്രിന്റ് നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ സാറ് പറഞ്ഞതുപോലെ അത് പോൾ വർഗീസിൻ്റെതായിട്ട് മാച്ച് അല്ല. താനൊരു കാര്യം ചെയ്യും, ഇതിൻ്റെയൊക്കെ എൻക്രിപ്ഷൻ കൂടെ എനിക്കൊന്ന് മെയിൽ ചെയ്യും. ഓക്കെ? ശരി സാർ. മരിക്കേണ്ടവൻ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ എനിക്കൊരു ഡൗട്ടുണ്ട്. അവൻ തന്നെയാണോ എന്നെ? എന്താ? അമ്മയ്ക്ക് മരുന്ന് കൊടുക്കാൻ സമയമായി. ആ, ഞാൻ കൊടുത്തോ. എനിക്ക് പേടിയാവുന്നമ്മേ.
ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തുറക്കമാണ് ഇത്? ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു. ഞാൻ ആ ഫോണൊന്ന് എടുത്ത് നോക്കി എത്ര മിസ് കോൾ ഉണ്ടെന്ന്. ഇപ്പം ഇറങ്ങിയില്ല ഫ്ലൈറ്റ് മിസ്സാവും. താൻ വേഗം റെഡിയാവും. അല്ല ഇന്നലെ അല്ല. ആ താൻ റെഡിയായില്ലേ? ഞാനില്ല, ഒരു മേല് വേന, പനി വരണ പോലെ. താനില്ലാതെ എങ്ങനെയാ എഗ്രിമെന്റ് സൈൻ ചെയ്തേ? തൽക്കാലം ഞാനൊന്ന് ബാക്ക് ഓഫ് ചെയ്യാം. പോൾ വർഗീസിന്റെ കാര്യമാണെങ്കിൽ ക്ലോസ്ഡാ. ക്രൈം സീനിൽ തൻ്റെ പ്രസൻസേ ഇല്ല. തൻ്റെ കാര്യമൊന്നും മുടങ്ങില്ല. ഞാൻ മിനിസ്റ്റർ പി എ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. താനില്ലാതെ ഇത് നടക്കില്ല. അത് തനിക്കും അറിയാം. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇപ്പം ഞാൻ ആരായി? ഞാനില്ലടോ. ലിഫ്റ്റിൻ്റെ അടുത്ത് വെച്ച് അവളെ കണ്ടിരുന്നു. മറ്റവനും ഉണ്ടായിരുന്നു. രണ്ടുപേരും ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു. എന്നെ കണ്ടപ്പോൾ ഒന്ന് പരിങ്ങി. അവളിവിടെ വരാറുണ്ടല്ലേ? കിച്ചു പറഞ്ഞു. ഇത്ര പെട്ടെന്നെല്ലാം മറക്കാൻ പറ്റുമെന്ന്. അങ്ങനെയൊന്നുമില്ല. അടുത്ത ആഴ്ച അവരിവിടുന്ന് മാറും. എൻ്റെ അനിയൻകുട്ടൻ്റെ ശ്രാദ്ധ അടുത്ത ആഴ്ചയിൽ. 10 വർഷം. എങ്ങനെ അവളിങ്ങനെ ഞങ്ങളുടെ മുമ്പിലൊക്കെ അഭിനയിച്ചു? ജമാലിനോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം. താൻ റെസ്റ്റ് എടുക്കും. കഴിക്കണില്ലേ? ദോശ വേണ്ടേ? ബസ് വന്നു. അപ്പൊ ഞാനിത് ആർക്ക് വേണ്ടി ഉണ്ടാക്കണേ? രാവിലെ എഴുന്നേറ്റപ്പോ എന്താ എന്നെ വിളിക്കായിരുന്നേ? അച്ഛൻ നല്ല ഉറക്കായിരുന്നു. ഞാൻ ചത്തുപോയെന്ന് വിചാരിച്ചു. മ്യൂസിക് പ്രാക്ടീസ് ചെയ്തോ? തനിക്ക് ഇതൊന്നും വേണ്ടല്ലോ. ഇവിടെ വരുന്നവരോടൊക്കെ അതൊന്നും പറഞ്ഞാൽ പോരെ. ഇപ്പം പൊയ്ക്കോ. വൈകുന്നേരം ഇങ്ങോട്ടല്ലേ വരിക? ഹലോ. പറയൂ ശരത്. സാർ, ആ എയർ ഫ്രഷ് ബോട്ടിൽ നിന്ന് കിട്ടിയ ഫിംഗർ പ്രിൻറ്റിൻ്റെ എൻക്രിപ്റ്റഡ് കോഡ് ഞാൻ സാറിന് മെയിൽ അയച്ചിട്ടുണ്ട്. ക്രൈം റെക്കോർഡ്സിലെ ഫിംഗർ പ്രിൻറ്റുമായിട്ട് ഞാൻ ഒത്തു നോക്കി. പക്ഷെ ഒന്നും മാച്ച് ആവുന്നില്ല സാർ. ഓ, സാറിനത് ലിഫ്റ്റിൽ നിന്ന് കിട്ടിയെന്നല്ല പറഞ്ഞത്.
അപ്പോൾ CCTV ഉണ്ടാവില്ല സാർ? ഇല്ല, ഇവിടെ ക്യാമറയൊന്നും വേണ്ടെന്നാണ് അസോസിയേഷൻ പോളിസി. എല്ലാവരും അറിയാവുന്നവരാ. പിന്നെ എന്താ സാറേ പ്രശ്നം? സാറേ ഞാൻ അവിടെ വന്ന് ഡയറക്റ്റ് എന്തെങ്കിലും ഫിംഗർ പ്രിന്റ് കിട്ടുമെന്ന് നോക്കണോ? സാർ കേൾക്കുന്നുണ്ടോ? അടുത്ത ഞാൻ വിളിക്കാം. സാറേ ഇന്ന് വേസ്റ്റ് വെച്ചില്ലല്ലോ. ഇന്നില്ല. ഇത്രയും വലിയൊരു അംഗീകാരം നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ലഭിക്കുന്നത് കേരളത്തിൽ മാത്രം സാധ്യമായ ഒരു കാര്യമല്ലേ? താങ്കൾക്ക് എന്ത് തോന്നുന്നു? എല്ലാ തമ്പ്രാക്കന്മാരോടും നല്ല നമസ്കാരം. സർ, നിങ്ങൾ തക്ഷകൻ എന്നൊരു നാടകം അഭിനയിച്ചു. എങ്ങനെയാണ് സർ അതിൻ്റെ ട്രാൻസിഷനൊക്കെ ചെയ്യുന്നത്? ഇപ്പം തക്ഷകൻ എന്ന നാടകത്തിൽ 4 കഥാപാത്രങ്ങളായി മാറി മാറി വരികയാണല്ലോ. എളുപ്പത്തിലെടുത്ത് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് അതിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പാസ്വേഡ് എത്രയാണ്? ഉറക്കെ പറയണം. ഹോംസ്. നമ്മളൊക്കെ ഇന്ത്യയിലാണല്ലോ ജീവിക്കുന്നത്. അത് തന്നെ പ്രചോദനം. സർ സോറി കേട്ടോ, കുട്ടപ്പൻ സാറിൻ്റെ അളിയനാണെന്നറിയില്ലായിരുന്നു. ഞങ്ങളിതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് ഫ്ലാറ്റിലേക്ക് വരാം. സാറിൻ്റെ അങ്ങോട്ടൊരു ബൈറ്റ് കിട്ടിയാൽ നന്നായിരുന്നു. സർ, ആ 2C അയാളുടെ തമ്പതിലില്ലേ? പുതിയതായിട്ട് വന്നവര് കേസ് എടുത്തിട്ടില്ല. അവർ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവുമെന്നാണ് മോഹൻ സാറ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ എടുക്കാഞ്ഞത്. എന്താ സാറേ, വല്ല കുഴപ്പമുണ്ടാ? എൻ്റെ ഫ്ലാറ്റിലേക്ക് ആര് വന്നാലും വിളിച്ചു വെച്ചിട്ട് കയറ്റി വിട്ടാൽ മതി കേട്ടോ. സാറേ, ഓടിയിലെ മോള് ഇന്ന് നേരത്തെ എത്തിയിട്ടുണ്ട്. ക്ലാസ്സിൽ നിന്ന് 11 മണിക്ക് തന്നെ വിട്ടിട്ടുമുണ്ട്. പിന്നെ ഇത്രയും നേരമായിട്ട് അയാൾ എവിടെ? സാറേ ഞാൻ ഈ കോമ്പൗണ്ട് ആകെ അരിച്ചു പറക്കി, എവിടെയും കണ്ടില്ല. ഇനി സാറിൻ്റെ പെങ്ങളുടെ വീട്ടിലെങ്ങാനും. കിച്ചൻ എന്ത് പറ്റി?
കിച്ചു ഇതുവരെ എത്തിയിട്ടില്ല. സ്കൂൾ ബസ് വന്നപ്പോൾ നിങ്ങൾ എവിടെ പോയിരുന്നു? മാഡം, ഞാൻ ബസ് വന്നപ്പോൾ മൂത്രം ഒഴിക്കാൻ വേണ്ടി പോയി. അതുകൊണ്ട് എനിക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ സാറിൻ്റെ മകനും അവിടെ വന്നിറങ്ങിയെന്നാണ് അറിഞ്ഞത്. എന്നിട്ട് അയാൾ എവിടെ? അമീറെ, നീ എവിടെ ഗ്രൗണ്ട്? പാലത്തിൻ്റെ അടുത്ത്. അവിടെ എന്താ പരിപാടി? ക്രിക്കറ്റ് കളിക്കായിരുന്നു. ആദ്യമായിട്ടാണോ? ഞാൻ സംസാരിക്കുമ്പോ എന്റെ മുഖത്ത് നോക്കുക. കിച്ചു ആദ്യമായിട്ടാണോന്ന്? ഫുട്ബോൾ കളിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? ഫുട്ബോളല്ല, ക്രിക്കറ്റ്. ഈ തർക്കത്തിന് പറയാൻ തുടങ്ങിയോ? തൻ്റെ പിള്ളേരെ കൂട്ടുകൂട്ടിയിട്ട് അവർ വേറെ എന്തൊക്കെ പഠിപ്പിച്ചോ? ക്ലാസ് കിട്ടിയാറുണ്ടോ? തീർച്ചയായും എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ഓപ്പ മാറുന്നു. എന്താ ചിരിച്ചു? Control was to be in the hands of Castindos, on the grounds that since untouchability was a Hindu sin, they had to take the initiative in changing it. താനെന്താ പറഞ്ഞ കേട്ടില്ല. ഓപ്പ എന്നോട് മിണ്ടിയപ്പോഴേ വെറുതെ ഒരു തോന്നല്. RLVയിൽ എൻ്റെ ഒരു കൊളീഗായ ഒരു രവീന്ദ്രൻ ഓർമ്മയുണ്ടോ? പിന്നെ എനിക്ക് അയാളെ ഇഷ്ടമല്ലായിരുന്നു. എപ്പോഴും KPയുടെ കൂടെ അങ്ങനെ ഒട്ടി ഒട്ടി നടക്കും. എൻ്റെ കയ്യക്ഷരം എപ്പോൾ കണ്ടാലും അവന് ഭയങ്കര ഡൗട്ടാ അത് ഞാൻ എഴുതിയത് തന്നെയാണോ എന്ന്. അതിന് KPയുടെ കയ്യക്ഷരം അടിപൊളിയല്ലേ? അതെ, പക്ഷെ ഞങ്ങൾ ഒന്നിച്ച് പഠിക്കുന്ന കാലത്തെ എൻ്റെ അസൈൻമെൻറ്റ് പേപ്പറൊക്കെ വേറെ ആരോ എഴുതി തരികയാണെന്നാണ് അവനിപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷെ അവൻ്റെ പ്ലേറ്റ് കൈയിട്ട് വാരി ഭക്ഷണം കഴിക്കായിരുന്നു. മനുഷ്യൻ പോയി റോബോട്ട് വന്നാലും ഈ പരിപാടി അങ്ങനെ ഇങ്ങനെയൊന്നും മാറൂലോടും. അതിങ്ങനെ ഫാൻസി ഡ്രസ്സ് കളിച്ചുകൊണ്ടേയിരിക്കും. സോറി. എന്തിന്? അല്ല, ഞാൻ അപ്പത്തെ ഒരു എക്സൈറ്റ്മെന്റിലെ. ഇവിടെ നല്ലതാണ്. തൻ്റെ ഒപ്പയും മാറട്ടെ. മാറിയാൽ മൂപ്പർക്ക് കൊള്ളാം. കാലിന് വേനുണ്ടോ? അച്ഛനതിന് അമീറേട്ടനെ തല്ലിയേ. ഇത്രയും പറഞ്ഞിട്ട് തനിക്ക് മനസ്സിലാക്കാൻ പറ്റണില്ലേ? അവനൊക്കെ തന്നെ എന്ത് വേണേലും ചെയ്യാം. അവൻ്റെ ഒന്നും കൂടെ പോകരുത്. അല്ല അച്ഛാ, അമീറേട്ടൻ എൻ്റെ ഫ്രണ്ടാ. ഫ്രണ്ടോ? താൻ ഇത്ര പൊട്ടനായി പോയല്ലോ കിച്ചു. ഒരു ദിവസം ഞാൻ സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവിടുത്തെ പട്ടി എന്നെ കടിക്കാൻ വന്നു. ഞാൻ പേടിച്ചിട്ട് ഓടി. പട്ടി എൻ്റെ പുറകെ ഓടി. അമീറേട്ടൻ എന്നെ രക്ഷിച്ചാ. താനെന്താ എന്നോട് പറയായിരുന്നു? എനിക്ക് അച്ഛനെ ഇഷ്ടമല്ല. പതിനൊന്ന് മണിക്ക് സ്കൂൾ വിടുന്നത് പാരൻ്റായ എന്നെ അറിയിച്ചില്ല.
എന്നിട്ട് അത് തന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികളുടെ കാര്യത്തിൽ റെസ്പോൺസിബിലിറ്റി ഇല്ലെങ്കിൽ ഈ പരിപാടി നിർത്തിക്കോളും. നോക്കൂ സർ, നിങ്ങളുടെ കുട്ടി മാത്രമല്ലല്ലോ ഈ സ്കൂളിൽ പഠിക്കുന്നത്. സ്കൂൾ വിടുന്ന സമയം വരെ ഞങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. അത് കഴിഞ്ഞ് അവരെവിടെ പോയാലും അതിന് ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? എൻ്റെ മോനെ ഞാനിവിടെ പഠിപ്പിക്കുന്നില്ല, ഞാൻ ടി സിക്ക് അപ്ലൈ ചെയ്തോ. അത് നിങ്ങളുടെ ചോയ്സാണ് സർ. അക്കാഡമിക് ഇയറിൻ്റെ ഈ ഒരു അവസരത്തിൽ കുഞ്ഞിനെ കൊണ്ടുപോയാൽ അവനായിരിക്കും സഫർ ചെയ്യുന്നത്. യു ആർ സ്പോയിലിംഗ് ഹിസ് ഫ്യൂച്ചർ ആൻഡ് ഐ എം സോ സോറി ടു സേ ദിസ്. You don't have to worry about it. ജോ, വെണ്ടക്ക ഫ്രൂട്ടാണോ വെജിറ്റബിൾ ആണോ? എനിക്കറിയില്ല. ഫ്രൂട്ടാ. അച്ഛനെങ്ങനെ മനസ്സിലായെന്നോ? അച്ഛൻ ഗൂഗിളിൽ നോക്കി. നമുക്ക് തറവാട്ടിലേക്ക് മാറാം. അവിടെ ആകുമ്പോൾ സുഭദ്രാമ്മയുടെ അപ്പവും അമ്മൂക്കെ ഉണ്ടാവും. അച്ഛന് സ്കൂളിൽ പോകാനും കളിക്കാനൊക്കെ കൂട്ടാവും. അച്ഛൻ അന്വേഷിച്ചു, ഇവിടുത്തെ സ്കൂളിനേക്കാളും നല്ലതാണ് അവിടുത്തെ സ്കൂൾ. ചോ, അവിടെ കഴിച്ചേ. നമുക്ക് എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും അത് ഭക്ഷണത്തോട് കാണിക്കരുത്. അച്ഛന് കഴിക്കാൻ വേണ്ടിയല്ലേ അച്ഛൻ ഇതൊക്കെ ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. കഴിക്കും. കിച്ചു ഉറങ്ങിയോ? അച്ഛൻ ഇന്ന് കിച്ചുവിൻ്റെ കൂടെ കിടക്കാം. കിച്ചൻ ഇപ്പോഴും അച്ഛനോട് ദേഷ്യമാണോ? അച്ഛനൊരു പഴയ മനുഷ്യനല്ലേ? അച്ഛാ, ഞാൻ ഉറങ്ങട്ടെ. അച്ഛന് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജന്തു എന്താണെന്നറിയോ? സീബ്ര. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ?
എൻ്റെ അച്ചോടൊന്നും ഇവിടെ വന്നല്ലേ? ഞാൻ സ്കൂളിൽ പോയ നേരത്ത് അവളെ ഇവിടെ വന്നു അല്ലേ? ആ നാടകക്കാരൻ എൻ്റെ മുറി കയറിയോ? ഇല്ല, അവർ സത്യമായിട്ട് ഇവിടെ വന്നില്ല. സത്യം പറ. കൊന്നോളാം. ഇല്ല അച്ഛാ, അവരിവിടെ വന്നില്ല. മദർ പ്രോമിസ്. നിനക്ക് എവിടെ നിന്നാ വോയിസും കിട്ടിയത്? അച്ഛനോട് ഇഷ്ടമല്ലെങ്കിൽ അച്ഛനോടത് പറഞ്ഞു പോരെ, അച്ഛനൊന്ന് മനസ്സിലാവും. പക്ഷെ നീ ഇങ്ങനെ നിനക്ക് ഞാൻ ചാകുകയല്ലേ വേണ്ട. വന്നിരുന്നു അച്ഛാ. പയ്യനവിടെ? അവൻ പോയി. അവന് ഇന്നലത്തെ വലിയ വിഷമമുണ്ട്. ഞാൻ കുറെ പറഞ്ഞു നോക്കി. എന്താ കിച്ചെടുത്തെങ്കിലും അവൻ്റെ തമ്പ് എൻട്രി ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മോഹനായിട്ട് അവനെ എവിടെ നിന്നാണ് കിട്ടിയത്? എൻ്റെ മോനോട് ഫ്ലാറ്റിൽ നിന്നതാണ്, ബാംഗ്ലൂരിൽ. അവന് UK ഓൺസൈറ്റ് കിട്ടി പോയപ്പോൾ അവനിങ്ങോട്ട് പറഞ്ഞു വിട്ടു. ഞങ്ങൾക്കൊരു സഹായം അവല്ലോ ഒന്ന് നിരീക്ഷിച്ച് നിർത്തിയതാ. എന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടായേ? അവനൊരു ബോൺ ക്രിമിനലാ. അവന്റെ ഫോൺ നമ്പർ ഉണ്ടോ? ഉണ്ടല്ലോ. എന്താ എന്താ പറ്റിയേ? എന്താ ഉണ്ടായേ? എന്താ ഉണ്ടായെന്ന് പറ. അതൊന്ന് നമ്പർ ഞാൻ ട്രേസ് ചെയ്തു. 6 മാസം മുമ്പ് മോഹനേട്ടന്റെ വൈഫിന്റെ പേരിലെടുത്ത സിനിമ ഇന്നലെ നൈറ്റ് 10:30 വരെ തന്റെ ഫ്ലാറ്റിന്റെ ടവർ ലൊക്കേഷനിലുണ്ടായിരുന്നു. മോർണിംഗ് 5 മുതൽ ട്രാവലിംഗിലാ ടുവേഴ്സ് ബാംഗ്ലൂർ. അത് ഞാനവിടെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. താനെന്നാ ഡൽഹിയിൽ നിന്ന് വരുന്നത്? ഞാൻ നാളെ വരും. എനിക്ക് അവനെ കിട്ടണം. ഞാൻ പിന്നെ വിളിക്കാം. ഓപ്പേ, ഉച്ചയാകുമ്പോൾ കിച്ചുവിനെ ഇന്ന് വീട്ടിലേക്ക് അയക്കോ? കീപ്പിക്ക് അവാർഡ് കിട്ടിയതിൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടേ. കിച്ചന് പോണോ? അച്ഛൻ്റെ അടുത്ത്. ഉള്ളിലെ മരണഭയം മൂലം രാജാവ് ഹസ്തിനപുരം വിട്ട് ദൂരെ ഒരു കടൽ കൊട്ടാരത്തിൽ താമസമാക്കി. രാജാവിനെ കൊല്ലാൻ വേണ്ടി തക്ഷകൻ 6 ദിവസങ്ങളിലും പല വേഷങ്ങളിലും ചുറ്റി നടന്നെങ്കിലും കൊട്ടാരത്തിൽ പ്രവേശിക്കാൻ കഴിയാതെ പരാജിതനായി മടങ്ങേണ്ടി വന്നു. ഞാനിപ്പോ വരാം. രാജാവ് വിശ്വസ്തരായ ബ്രാഹ്മണർ കൊണ്ടുവന്ന പഴങ്ങൾ മാത്രം ഭക്ഷിച്ചു. അവർ പറയുന്ന കഥകൾ കേട്ട് നേരം വെളുപ്പിച്ചു. ഒടുക്കം 7-ാം നാൾ വന്നെത്തി. പക്ഷെ അന്ന് കഥ പറയാൻ ഒരു വിശിഷ്ട അതിഥി എത്തിയിരുന്നു. ഒരു പുഴു ആപ്പിളിനുള്ളിൽ ഒളിച്ചെത്തി. ഒരു കൊച്ചു പുഴു. കിച്ചു വാ.
അവർക്ക് ഇപ്പം എന്നാ കൊടുക്കുക? അവർക്ക് എന്തെങ്കിലും 2 വെജ് ഐറ്റം പോരെ? താൻ പേടിക്കലോട്, ഞാൻ റെഡി ചെയ്തില്ല. താൻ അവിടെ നിൽക്ക്. എടോ ഞങ്ങൾക്ക് പ്ലേറ്റ് വെക്കണ്ട, ഇതിലൂടെ അടിച്ച് ഞങ്ങളും ഇറങ്ങാം. ഇവിടെ താൻ എപ്പോഴും ഇതന്നെയല്ലേ പറയാറ്? ഇന്ന് ഞാൻ ഉണ്ടാക്കി ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി. അവിടെ ഇരിക്കടോ. സാറെന്താ പിന്നെ കല്യാണമൊന്നും കഴിക്കാഞ്ഞേ? പ്രേമമൊന്നും ഉണ്ടായില്ലേ? ഞാനിവിടെ അടുത്തിരുന്ന് ഈ ബിരിയാണി കഴിക്കുന്നത് കുഴപ്പമില്ലല്ലോ? വിശപ്പായിട്ടില്ല. കുറച്ചുകൂടെ. ഓപ്പേ, എനിക്ക് അമ്മയൊന്ന് കാണുന്നുണ്ട്. ഞാനല്ല പറയുന്നത്, നമ്മള് കോഴിന്റെ മോളിൽ കമ്പനി തലകൂട്ടി വീണ് അച്ഛനും സത്യം അല്ലേ? ലൈറ്റ് പോയത് അപ്പൊ തന്നെ ലൈറ്റ് പോയി. കിച്ചോ പാപ്പോ. ഒന്നും പറഞ്ഞില്ല. ഓപ്പേ, ഞാൻ പ്രഗ്നൻ്റ് ആണ്. എനിക്ക് അമ്മയെ കണ്ടെന്ന് പറയണമെന്നുണ്ട്. Good night, Acha. നമ്മൾ എന്തൊക്കെ ക്ഷമിച്ചു, അവളോ അവൻ്റെ കുഞ്ഞിനെ പറമ്പോ ഇനി വയ്യ. ഞാൻ ഒരുപാട് ആലോചിച്ചു. നമുക്ക് ആളുകളുടെ മുഖത്ത് നോക്കി നടക്കണ്ടേ അമ്മേ? അവളെ നമ്മളെ കൊണ്ട് ചെയ്യിക്കാം. സാരില്ല, അമ്മ അവസാനമായിട്ട് ഒന്ന് കണ്ടോട്ടെ എന്ന് കരുതി ഞാൻ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. സാർ സ്വന്തം അമ്മയെ കാണാനാണ് ഈ അപ്പോയിൻമെൻ്റ് ഒക്കെ. KP വേണമെങ്കിൽ പുറത്തിറങ്ങിയിട്ട്. ഞാൻ നിർത്തിയിട്. തൻ്റെ കല്യാണം ഉറപ്പിച്ച് സങ്കടം മാറ്റാൻ വേണ്ടി തുടങ്ങിയ ശീല. പിന്നെ 10 വർഷം വലിച്ചത് അറിഞ്ഞില്ല. ഒരു പുതിയൊരാൾ വരാൻ പോവല്ലേ. ഞാൻ 2 ദിവസമായി വലിച്ചില്ലടു. ശ്രദ്ധിച്ചില്ല. ഇവിടെ ഇപ്പം
ജാതി ശീലങ്ങളൊക്കെയല്ലേ മനുഷ്യന്മാർക്ക് മാറ്റാൻ പറ്റുള്ളൂ. അമ്മ കിടന്നോളൂ, കിടന്നു. അമ്മയ്ക്കിപ്പോഴും ദേഷ്യം മാറിയിട്ടില്ല. നമുക്കിനി ഒരു കാര്യം ഞാനും കിച്ചും തറവാട്ടിലേക്ക് തന്നെ മാറുക. അമ്മയ്ക്കിതൊരാശ്വാസമാകുമല്ലോ. നിന്റെ കാര്യം അതൊക്കെ സംസാരിക്കാം. ഒപ്പയ്ക്ക് കുടിക്കാൻ എന്തെടുക്കണ്ടേ? കുട്ടപ്പനോട് നോക്കട്ടെ. ഹലോ, എവിടെ എത്തി? ഇല്ല, ഓപ്പോ വന്നിട്ടുണ്ട്. ആഹാ, ടിസ്റ്റാണല്ലോ. എവിടെ എത്തി? ഞാൻ താഴെ എത്തി. ദേ വരുന്നു. ഇപ്പോൾ വരും, വന്നോണ്ടിരിക്കാം. കിച്ചു ഉറങ്ങിയോ? അയാളോടല്ല, എനിക്ക് പറയാനുള്ളത് നിന്നോടാണ്. ഈ നമ്മുടെ ശ്രീദേവി എടുത്തിന് മോൻ്റെ കാര്യം ഓർക്കണ്ടോ? ഇടത്തേക്കൊക്കെ ആദ്യ എതിർപ്പായിരുന്നല്ലോ. അവൻ കൊണ്ടുവന്ന ആ കുട്ടി നമ്മൾ ദത്തെടുത്ത് നമ്മുടെ കൂട്ടക്കാരാക്കി മാറ്റിയപ്പോഴല്ലേ എല്ലാവരും കുറേശ്ശെങ്കിലും ഓക്കെ ആയത്. ഇതും നമ്മളങ്ങനെ ആക്കിയെടുത്താൽ ആദ്യം എല്ലാവർക്കും ഒരു മുറുമുറുപ്പൊക്കെ ഉണ്ടാവും. പക്ഷെ നിൻ്റെ കുട്ടിക്ക് അതിൻ്റെ ഗുണം ഉണ്ടാവും. ഓപ്പെ, നമ്മൾ എന്തിനാ മറ്റുള്ളവരെ മാറ്റാൻ നോക്കുന്നത്? നമ്മളല്ലേ മാറേണ്ടത്. കിച്ചു വന്നില്ലേ? ഇല്ല. നീ ഓപ്പയ്ക്ക് ചായയും കൊടുത്തില്ലേ? കേപ്പിക്ക് വേണോ? ഇഷ്ടം കുടിച്ചു. എന്തൊരു ചൂടല്ലേ.
ഏട്ടൻ വന്നിട്ട് കുറേ നേരമായോ? ഇല്ല. അത് ജനാധിപത്യം എന്ന ആക്ഷേപഹാസ്യ നാടകത്തിന് കിട്ടിയതാ ഇറ്റ്ഫോക്കിൽ കളിച്ചപ്പോൾ. അത് സംവരണം ഏകാങ്ക കുറച്ചൊരു കോൺട്രിബ്യൂസി ഒക്കെ ഉണ്ടാക്കിയ നാടക. ടോളാൻ അത് നങ്ങലിയ നമ്മുടെ തക്ഷകന് കിട്ടിയതാ. ഡൽഹിയിൽ നടക്കുന്നൊരു ഫെസ്റ്റിവലിൽ ക്ഷണമുണ്ട് സെപ്റ്റംബറിൽ. പക്ഷേ എനിക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആ ടൈമിൽ അവളുടെ ഡെലിവറി ഡേറ്റ് വരുന്നത്. ഞാൻ തന്നെ കൂടെ നിൽക്കട്ടെ. എനിക്ക് ഒരു പെങ്കൊച്ച് വേണമെന്ന പേര് വരെ കണ്ടുവച്ചിട്ടുണ്ട്, നങ്ങേലി. നമ്മൾ പോകുന്നില്ല അച്ഛാ? എന്നാ ഞാൻ അച്ഛനോട് പോയി പറഞ്ഞിട്ട് വരാം. വേണ്ട, അവരൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും. എവിടെ പോയി ലോലിപോപ്പ്? ലോലിപോപ്പ് എവിടെ? ശരിക്കും നാളത്തെ ന്യൂസിൽ കിച്ചു അച്ഛനെ കുറിച്ച് ഇഷ്ടമില്ലാത്തതൊക്കെ കേൾക്കും. ചിലരൊക്കെ അച്ഛൻ ചീത്ത ആളാണെന്ന് പറയും. കിച്ചു അതൊന്നും ബിലീവ് ചെയ്യരുത്. അച്ഛൻ അങ്ങനെ ചീത്ത ആളൊന്നുമല്ല. അങ്ങനെ പറയല്ലേ അച്ഛാ, എനിക്കിപ്പോ അച്ഛനോട് ദേഷ്യമൊന്നുമില്ല. ഹലോ, താൻ വിളിച്ചായിരുന്നില്ലേ? ഞാനിപ്പോൾ ലാൻഡ് ചെയ്തേ ഉള്ളൂ. എടോ, ഞാനേ തറവാട്ടിലേക്കൊന്ന് പോവുക. വന്ന ഉടനെ താൻ അങ്ങോട്ടൊന്ന് വരണം. എനിക്ക് തന്നെ ഒന്ന് കാണണം. പിന്നെ ആ പയ്യനുണ്ടല്ലോ അമീർ, അവനാ കബീറിൻ്റെ മകനാ, ഫാർമസിസ്റ്റ്. തൻ്റെ ആ പ്ലാസ്റ്റിക് കേസിൽ അകത്ത് പോയ സെയിം കബീറിൻ്റെ മകൻ. ഓ
ആരാ കബീർ? എന്താ സാറേ? നീയല്ലേ ഫാർമസിസ്റ്റ് കബീർ? അതാണ് സാർ എന്നെ കൊണ്ടുവന്ന്. അമ്മയുടെ റൂമിൽ നിന്നാണല്ലോ, ഒന്ന് പോയി നോക്കപ്പോ. അവിടെ നല്ല മുത്തശ്ശി ഉറങ്ങി. ഹരി വരാന്ന് പറഞ്ഞിട്ട് വന്നാ വിളിക്കണം. ഗുഡ് നൈറ്റ് കിച്ചു. നീ തീരുമാനിച്ചിറങ്ങിയതാണല്ലേ? ഞാനൊരു പോലീസുകാരനല്ലടാ, നീ അതാലോചിക്കണ്ടേ? നിന്നെ കൊണ്ടുപോകാൻ ഇപ്പം ആള് വരും. നിന്റെ തന്തയെപ്പോലെ നീ ജയിലിൽ കിടന്ന് നരകിച്ച് ചാകണം. ഇന്ന് എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങണോടാ. എനിക്കും ഇന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങും. വെറുതെ എഴുന്നേക്കാൻ നോക്കണ്ട, സാർ വീഴും. ഭയങ്കര ബ്രസീൽ ഫാനായിരുന്നു. 2010 വേൾഡ് കപ്പ് എടുക്കുമ്പോഴാണ് സാറിൻ്റെ ഉപ്പ അറസ്റ്റ് ചെയ്യണേ. പിറ്റേന്ന് സ്കൂളിൽ വൈകി എത്തിയപ്പോൾ ടീച്ചർ പറഞ്ഞു വാപ്പയും വിളിച്ചോണ്ട് വന്നിട്ട് ക്ലാസ്സിൽ കയറി. അതിന്ന് ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് അപ്പോഴേക്കും എല്ലാവരും അറിഞ്ഞ്. പിന്നെ തീവ്രവാദീൻ്റെ മോനെന്നും പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. കിച്ചുവിൻ്റെ പ്രായമല്ലുള്ളൂ സാറേ. വേൾഡ് കപ്പ് പിന്നെയും വന്നു 2 അവസാനം നിങ്ങൾ സാറുമാർ കൊണ്ടുവന്ന തെളിവുകൾ കോടതി പൊട്ടിപ്പോയല്ല. പിന്നെ 1 കൊല്ലം കൂടി ജയിലിൽ കിടന്ന ഉപ്പ മരിച്ചേ.
അമ്മയ്ക്കും ഇതുപോലെ ശ്വാസം മുട്ടുണ്ടായിരുന്നു. സാറ് ഉപ്പാനെ കൊണ്ടുപോയി പിന്നെ ഞങ്ങൾക്കൊക്കെ ധൈര്യം തന്നതെന്ന് ലാസ്റ്റ് കക്കയുടെ മനസ്സ് കയ്യിന്ന് പോയി. അത് പിന്നെ കൂടി വന്ന് ഭ്രാന്ത് മൂത്ത് ഒരു ദിവസം മൂപ്പരുമ്മനെ തീയിട്ട് ഹരിയേട്ടൻ വന്നിട്ടുണ്ട്. ഓപ്പേ കുട്ടാ കുട്ടാ അന്ന് റിസോർട്ടില് പിന്നെ ലിഫ്റ്റില് എല്ലാം സാർ ജസ്റ്റ് മിസ്സാ. മാസ്കിൽ ഞാൻ ഉറപ്പിച്ചതാ, പക്ഷെ അതും പാളി. സാറിന്ന് രാത്രി പല്ലേപ്പ് ഉടക്കിയില്ലല്ലോ. ഓപ്പേ എന്താ? കുട്ടപ്പേട്ടൻ്റെ ഒരു നാടകമുണ്ട്, തക്ഷകൻ. സാറ് കണ്ടു കാണില്ല. കടലിലിമെത്തും രാജാവേ.